ട്വിസ്റ്റ് ഗംഭീര ട്വിസ്റ്റാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. 1998 നടന്നൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. കഥാനായികയായില്ലേ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് എന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞത്. നമ്മൾ വലുതായി കഴിഞ്ഞപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയും, ഓക്കെ ഞാനും പോസിറ്റീവ്, നീയും പോസിറ്റീവ്, എല്ലാവരും പോസിറ്റീവ്, നമ്മുടെ വീട്ടിൽ എല്ലാവരും പോസിറ്റീവാന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന എനിക്ക് സംഭവിച്ചത് ഒരു വലിയ ട്വിസ്റ്റ് ആയിരുന്നു. ആക്ച്വലി എൻ്റെ ചേച്ചിയാണ് ഈ ട്വിസ്റ്റിന്റെ ആദ്യത്തെ ഇര. അവളുടെ 18ാമത്തെ വയസ്സിൽ അവളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ലാബിൽ ചേച്ചി റിസൾട്ട് കൊടുത്തപ്പം O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. നമ്മൾ O പോസിറ്റീവ് ആണല്ലോ, നമ്മളിങ്ങനെ O നെഗറ്റീവ് ഒന്നില്ലെങ്കിൽ 2ാം ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇവർ 2ാം ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ 2ാം ചെക്ക് ചെയ്തപ്പോഴും O നെഗറ്റീവ്. അപ്പോൾ ഇവര് വീട്ടിൽ കരഞ്ഞു വിളിച്ച് വന്നേക്കോ, അയ്യോ അമ്മ എൻ്റെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയി, എനിക്ക് പേടിയാവണമെന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ട്. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾ കല്യാണം കഴിച്ചാൽ അവർ 2ാമത്തെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരുപാട് പണ്ട് കാലത്ത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2ാമത്തെ കുഞ്ഞ് ഇഞ്ചക്ഷൻ ഉണ്ട്, ആ ഇഞ്ചക്ഷൻ എടുത്താൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെയും മരണനിരക്ക് കുറയ്ക്കാനല്ല, പൂർണ്ണമായിട്ടും അത് ഇല്ലാതാവും. അപ്പൊ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് തണ്ടൽ വളച്ചിട്ടാണ്. അയ്യോ എനിക്ക് ഈ തണ്ടൽ വളച്ച് ഇഞ്ചക്ഷൻ എടുക്കേണ്ടവരും കല്യാണം കഴിയുമ്പോൾ ഇങ്ങനെയാ റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണ്, എനിക്കൊരു ആവശ്യം വന്ന 6 ബ്ലഡ് തരും, ആരുമില്ല എന്നൊക്കെ പിന്നെ ചേച്ചി ഇവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പൊ അമ്മയാണെങ്കിൽ അവിടെ നിന്ന് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വരുന്നു, ഇതാണ് എന്റെ ബ്ലഡ് എഴുതി തന്നത് ഹോസ്പിറ്റലുകാർ, ഇതിനകത്ത് O നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആണ്, അവർക്ക് തെറ്റുപറ്റിയതാണ്, അപ്പോൾ ഹോസ്പിറ്റലുകാർക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഭയങ്കര ചർച്ച. അപ്പൊ അതൊക്കെ തലയിൽ കയറിയിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ പോകുന്നത്. അപ്പൊ ഞാനും സ്വപ്നം കണ്ടു എന്റെ ബ്ലഡ് പെട്ടെന്ന് O പോസിറ്റീവ് മാറി O നെഗറ്റീവ് ആവുന്നത്. ഞാനിവിടെ അടുത്തുള്ള ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പം എന്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ്. കാലം ഇത്രയായിട്ട് നമ്മൾ O പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. നമ്മുടെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിലും നമ്മുടെ ID കാർഡിലും ഒക്കെ നമ്മൾ കൊടുത്തിരുന്നു O പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. O പോസിറ്റീവ് മാറി പെട്ടെന്ന് O നെഗറ്റീവിലേക്ക് ആയി കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ബ്ലഡ് തരാം, എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിനെ പറ്റി ആലോചിക്കാറൊന്നുമില്ല, സെറ്റേ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ചേച്ചി നമ്മൾ 2 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഈ തെറ്റ് ആവർത്തിച്ചു എന്നുള്ളതാണ് അതിന്റെ ആ ഒരു അത്ഭുതം. പല വർഷങ്ങളായിട്ട് ജനിച്ച 2 പേർക്ക് തെറ്റ് പറ്റാന്ന് പറയുന്നത് അത് കുറച്ച് കടന്നു കയറില്ലേ. ഇപ്പൊ പാരന്റ്സിനോടാണ് ഞാൻ പറയണേ, കുഞ്ഞുങ്ങളുടെയൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഹോസ്പിറ്റലിൽ എഴുതി തരുമ്പോൾ ഒബ്വിയസ്ലി നമ്മളത് വിശ്വസിക്കും. പക്ഷെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് കൺഫേം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവങ്ങളൊക്കെ വരുവാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഒരാളോട് ചോദിക്കും, ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യാൻ നേരം എന്താ ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ തെറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ബ്ലഡ് കയറ്റുന്ന സമയത്ത് ഒബ്വിയസ്ലി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ടൊക്കെ കയറ്റുള്ളൂ ബ്ലഡ്. ബട്ട് സ്റ്റിൽ എന്നാലും നമ്മുടെ ആ ഒരു സമയം അത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പാഴാക്കാൻ പാടില്ലാത്ത സമയമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെന്നുണ്ടെങ്കിലും ഒന്ന് ഡബിൾ ചെക്ക് ഒക്കെ ചെയ്ത് ഒന്ന് കൺഫേം ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലെ ലൈഫിന്റെ ഒരു ഭാഗമൊക്കെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ ഞെട്ടി ധരിച്ച് നിൽക്കേണ്ടി വരും. അതാണ് എൻ്റെ ചോര മാറിയ കഥ.